നിന്ന് ഇനിയിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ഫൈസലാണ് ചേരുന്നത്. ഫൈസൽ, അവിടെ 140-ലധികം കുടുംബങ്ങൾ അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അവരുടെ തിരിച്ചുപോക്ക് സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്? ഇപ്പോഴും ശക്തമായ മഴയുണ്ട്, അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ തുടരാനാണോ അവരുടെയൊക്കെ തീരുമാനം? മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്ര മണിയോടുകൂടി ക്യാമ്പ് സന്ദർശിക്കും? ദിവ്യ, ഇടവിട്ടുള്ള മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഈ ഭാഗത്ത് അപകട സാധ്യതയുള്ള മുഴുവൻ കുടുംബങ്ങളെയുമാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ക്യാമ്പായി പ്രവർത്തിക്കുന്ന മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ് നമ്മൾ ഉള്ളത്. ഇവിടേക്ക് 3:30 ഈ പദ്ധതി ഈ പറയുന്ന ദുരന്തബാധിത മേഖലയിലേക്ക് മുഖ്യമന്ത്രി എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ ക്യാമ്പിലേക്ക് മുഖ്യമന്ത്രി എത്തുക. ഏകദേശം 40-ലധികം കുടുംബങ്ങളിലായി 100ഓളം ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ വാർഡ് മെമ്പർ കൂടി നമ്മളോട് ചേരാണ്. എത്ര ആൾ? ഇപ്പോൾ 112ഓളം ആളുകളിവിടെ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അതിൽ 42 കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിലിവിടെ ആൾട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഈ അപകട സാധ്യത മേഖലയിലുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും മീനാക്ഷി, അരണമല, താഴെ കോളനി ഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. പിന്നെ ഏറ്റവും ഈ ദുരിതം അനുഭവിക്കാൻ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് താഞ്ഞിലോട് പ്രദേശത്തുള്ള ആളുകളാണ്. അവരൊക്കെ ഈ പുഴ സൈഡിലുള്ള ആളുകളൊക്കെ മാറ്റി സ്വന്തം ബന്ധു വീടുകളിലേക്കൊക്കെയാണ് താമസിക്കുന്നത്. 100-ൽ കൂടുതൽ കുടുംബങ്ങൾ ഇവിടെ നിന്നും മാറി താമസിച്ചിട്ടുണ്ട്. അവർ ബന്ധു വീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇനി മണ്ണ് ഇനിയും പൂർണ്ണമായി അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രവർത്തികളൊക്കെ പൂർത്തിയായ ശേഷമായിരിക്കും ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഈ താഞ്ഞിലോട് പ്രദേശം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇപ്പോൾ ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ നിലവിൽ സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾ കൊടുന്ന് താമസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അതുകൊണ്ട് ഇത് മണ്ണ് മാറ്റിയതിന് ശേഷം അടിയന്തരമായ ഇത് നടപടി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെയുള്ള ആളുകളെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ക്യാമ്പിൽ ഇവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം, മറ്റാവശ്യ സാധനങ്ങൾക്കൊക്കെ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കും. എല്ലാം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിനകത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മെമ്പർമാരുടെ മേൽനോട്ടവും ഇതിന് ഉണ്ട്. വേറെ എന്തെങ്കിലും നമുക്കിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ട്? ആശങ്കപ്പെടേണ്ട സാധനം മഴ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ട്. അതൊരു ആശങ്ക തന്നെയാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഈ ഭാഗത്ത് ഒരു കുടുംബങ്ങൾ താമസിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചു? ഏകദേശം 99% ആളുകളും അവിടുന്ന് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ദിവ്യ, ഏകദേശം ഒരു കണക്കാണ് ഇപ്പോൾ വാർഡ് മെമ്പർ കൂടി സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് 110-ലധികം ആളുകൾ ഇപ്പോൾ ഈ ഒരു ക്യാമ്പിലുണ്ട്. അത് ഈ കള്ളാടി ഈ തുരങ്കപാത പദ്ധതി പ്രദേശത്ത് അപകട സാധ്യതയുള്ള മേഖലയിലെ മുഴുവൻ ആളുകളെയും മാറ്റി താമസിപ്പിച്ച ആളുകളാണ്. അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ അവിടേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യമുള്ളൂ.